മക്കളെ, നീറ്റ് എക്സാം കഴിഞ്ഞപ്പോഴേ പലരും പറയാണ് എക്സാം അങ്ങനെ എക്സാം ഇങ്ങനെ. ഇതിനൊക്കെ വിലയിരുത്തുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ എക്സാമിനേഷൻ ഹോളിൽ 3 hours ഇരുന്ന് കഷ്ടപ്പെട്ട കുട്ടികൾ നിങ്ങളാണ്. ആ 3 hours ഫേസ് ചെയ്ത ആളുകൾ നിങ്ങളാണ്. അവിടെ ഫിസിക്സ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി ഉണ്ടായിരുന്നു, ബയോളജി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതണമെന്നാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ മുന്നിൽ കാണുന്ന ക്വസ്റ്റ്യൻസും ബുദ്ധിമുട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഫിസിക്സിൽ ഏറ്റവും നല്ല ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 15 വർഷങ്ങളോളം ഈ നീറ്റ് കണ്ടതിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പഴയ APMT പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മക്കൾ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ഈവൻ ടീച്ചേഴ്സിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു ഫിസിക്സിലെ പല ക്വസ്റ്റ്യൻസും. ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിന് പോലും പകച്ചുപോയി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. പലരും പറയുണ്ടാവും അത് അത്രയല്ലേ ഉണ്ടായിരുന്നില്ല, ഇത് ഇത്രയല്ലേ ഉണ്ടായിരുന്നില്ല. ഇവരാരും തന്നെ ഈ പറയുന്നവരാരും ഈ 3 മണിക്കൂർ എക്സാമിനേഷൻ ഹോളിൽ ഇരുന്നിട്ടല്ല ഇത് ചെയ്തത്. അവരുടെ മുന്നിൽ ഫ്രീ ആയിട്ട് ഒരു ഫ്രീ മൈൻഡിൽ നിങ്ങൾ സാധാരണ ഒരു എക്സാമിനേഷൻ ഹോളിൽ എഴുതുന്നതും നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടല്ലാതെ നിങ്ങൾ റൂമിൽ നിന്ന് എഴുതുന്ന തമ്മിൽ വ്യത്യാസമില്ലേ? അത് തന്നെയാണ്. അല്ലാതെ ഇത്രയും കാലം പഠിപ്പിച്ച പലർക്കും അവരുടെ സബ്ജക്റ്റിൽ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് എക്സാമിനേഷൻ ഹോളിൽ പോയാൽ നിങ്ങൾ ഒരിക്കലും പൊട്ടന്മാരല്ല, നിങ്ങൾ മണ്ടന്മാരല്ല, നിങ്ങളാണ് അടിപൊളി, നിങ്ങളാണ് സ്റ്റാർസ്. നിങ്ങൾ വാങ്ങിച്ച 500 മാർക്കാണെങ്കിലും അത് ബെസ്റ്റ് തന്നെയാണ്. എനിക്ക് പറയാനുള്ള ഒരു 520, 530 മാർക്കായിരിക്കും കട്ട് ഓഫ്. നമുക്ക് വിശ്വസിക്കാം. ടെൻഷൻ അടിക്കാതിരിക്കും മക്കളെ, കൂളായിട്ടിരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട കുട്ടികളാണ്. ആ 3 hours ആ എക്സാമിനേഷൻ ഹോളിൽ സ്പെൻഡ് ചെയ്തത്, അവിടെ നിങ്ങൾ എഴുതിയേക്കുന്നത്, നിങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്ത് ആ ബുദ്ധിമുട്ടുള്ള പേപ്പർ കണ്ടിട്ട് പോലും മുന്നോട്ടേക്ക് പോയ നിങ്ങൾ ഏറ്റവും സൂപ്പറാണ്.